എനിക്ക് എൻ്റെ ചാനൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ, അത്രയും ഞാൻ പറയുള്ളൂ. നല്ല രീതിക്ക് നല്ല കഴിവുള്ളവർ രക്ഷപ്പെടട്ടെ. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ദയവായിട്ടൊരു അവസരം കൊടുക്കുമ്പോൾ അവർ അവസരം വെച്ച് രക്ഷപ്പെടട്ടെ. ചിലപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചാനലിലൊക്കെ വന്നിട്ട്, യൂട്യൂബ് ചാനലിലല്ല അല്ലാതെ നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും. പുതിയ യൂട്യൂബേഴ്സും പഴയ യൂട്യൂബേഴ്സും അറിയുന്നവർ, അപ്പോൾ അങ്ങനെ എല്ലാവരും അറിയായിരിക്കുമല്ലേ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു തരാനും മാത്രം ഞാൻ അത്ര വലിയ ആളല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വേറെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ടെക് ചാനൽ ചെയ്യുന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അങ്ങനത്തെ ഏതോ ഒരു ന്യൂസിൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ന്യൂസിൻ്റെ താഴെയുള്ള കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരുണ്ട്. അപ്പം ഞാൻ അതിലൊരു കമൻറ്റ് ഞാൻ ഇട്ടില്ല, കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോണിറ്റൈസേഷൻ തന്നെ ഫുള്ളായിട്ട് കട്ടാക്കണം, പൈസ കൊടുക്കുന്നത് നിർത്തിയാൽ തന്നെ ഇവർ പഠിക്കും. പക്ഷെ അതിൻ്റെ ഒക്കെ ആവശ്യം എന്താ? അവർക്ക് വേണ്ടെങ്കിൽ കാണാണ്ട്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഈ യൂട്യൂബ് ചാനലുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും, കാരണം നമുക്കൊന്ന് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണം, ഇതിനും കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ വെറുതെ കുത്തിയിരുന്ന് വീഡിയോ ഇടുന്ന അല്ലല്ലോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ വേണം, കുറച്ച് ആൾക്കാരെ ഒഴിവാക്കണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ രാത്രി ആകുമ്പോൾ കുറേ എണ്ണമുണ്ട് ലൈവ് ഇടുന്നത്, വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ്, അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള കുറേ വീഡിയോസിന് യൂട്യൂബ്, അതുപോലെ തന്നെ അവരെന്തിനാ യൂട്യൂബ് ഇതെന്തിനാ വെച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരുടെ ഇടുന്ന വീഡിയോസിന് ഒന്നിനും വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നവർക്ക് വ്യൂസ് കൊടുക്കും. അതിനെന്തിനാ മോണിറ്റൈസേഷൻ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതൊന്നും ശരിക്കും എനിക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരുടെ ചാനൽ തന്നെ എടുത്ത് കളയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനത്തെ വീഡിയോൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനത്തെ വീഡിയോ ഇടാൻ വേറെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ പോയിട്ടോട്ടോ. അല്ലാതെ യൂട്യൂബിൽ കിടന്നിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട വീഡിയോ അതിനെനിക്ക് താല്പര്യമില്ല. അല്ലാതെ ഈ ബാക്കിയുള്ള വീഡിയോസിനെയും എല്ലാ വീഡിയോസിനെയും കട്ട് ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് കാര്യമില്ല. മോണിറ്റൈസേഷൻ കട്ട് ചെയ്യണം, പൈസ കൊടുക്കുന്നത് നിർത്തിയാൽ തന്നെ ഇവർ പഠിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പം എൻ്റെ ചാനൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇതും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടെങ്കിലും ആരെങ്കിലും ഇത്രയും കാലം പണിയെടുത്തിട്ടോ നന്നാവാൻ പറ്റാത്തത് ഇതുകൊണ്ട് നന്നാവുകയാണെങ്കിൽ, ഇതും കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്, നന്നാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പം എൻ്റെ ചാനൽ പോയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവർക്കൊന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഒന്ന് കയറണം എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന എത്രയോ നമ്മളെക്കാട്ടിയും പാവപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലത്തെ വേണ്ടാത്ത കണ്ടിട്ട് ചെയ്യുന്നവരല്ലല്ലോ നിർത്തി പോകണം എന്ന് പറയാനും പാകത്തിനുള്ളത്. അപ്പം കുറേ പേരുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തോ വിഷമമായി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരം എന്താ, യൂട്യൂബ് തുറന്നു വെക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ എന്തോ വീഡിയോ ഇടാണ്, വെറുതെ വന്നിരുന്ന വീഡിയോ ഇടാണ് എന്നുള്ള വിചാരമാണ് ഈ കമൻറ്റ് ഇടുന്നവരുടെ വിചാരം. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എത്ര കഷ്ടപ്പാടുണ്ട് ഈ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നത് എന്നുള്ളത് ഓരോ യൂട്യൂബേഴ്സിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ യൂട്യൂബേഴ്സ് മുതൽ വലിയ യൂട്യൂബേഴ്സ് വരെ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഈ കമൻറ്റ് ഇടുന്നവർക്ക് ഒന്നും അറിയില്ല. പിന്നെ താല്പര്യമില്ലെങ്കിൽ കാണണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ താഴെ വന്നിരുന്നതിൻ്റെ മൊത്തമായിട്ട് പൈസ കട്ട് ചെയ്യണം ഇതൊക്കെ പറയുന്നതിന് എന്ത് ഇതാണുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് സത്യം എനിക്ക് നല്ല ദേഷ്യം വന്നു, സങ്കടം വന്നു. കാരണം ഈ ഒരു നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പൈസ കിട്ടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? എങ്ങനെങ്കിലും ഇത്രയും കാലം പണിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റാത്തൊരു പൈസ ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ കഴിവുള്ള ആൾക്കാരെ, ഈ കൂലിപ്പണിക്ക് പോകുന്നവരെ തന്നെ, എത്രയും മരപ്പണിക്ക് പോകുന്ന ഏട്ടന്മാരെ കഴിവൊക്കെ നമ്മൾ ഈ ഫോണിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും നമുക്ക് ഇങ്ങനെയല്ലേ ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പൈസക്കാർക്ക് മാത്രം ഉള്ളതല്ലല്ലോ ഓരോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അല്ലാതെ മോണിറ്റൈസേഷൻ മൊത്തമായിട്ട് കട്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ യൂട്യൂബ് ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, മൊത്തമായിട്ടുള്ള മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും പൈസ തരില്ല എന്നൊന്നും യൂട്യൂബ് പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് പേരുടെ കമൻറ്റ്, അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ടവർ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എല്ലാവർക്കും ജീവിക്കാനുള്ളതല്ലേ ഭൂമി. അല്ലാതെ പൈസക്കാർക്ക് മാത്രം നല്ലപോലെ ജീവിക്കാം, പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പാടില്ല എന്നുള്ളതല്ലല്ലോ. പണിയെടുക്കുന്നുണ്ട്, അവരും യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞാൽ പണിക്ക് പോകാത്ത ആൾക്കാരൊന്നുമല്ല, പണിക്കും പോകുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കഷ്ടപ്പാടുണ്ട്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് യൂട്യൂബിൽ പൈസ ഇട്ട് അവർ നമുക്ക് വെറുതെ ഇങ്ങോട്ട് പൈസ കുറേ വാരിക്കൊരു തരുമൊന്നുമില്ല. പിന്നെ ഫാമിലി വ്ളോഗേഴ്സിനെ എടുത്തു കളയണം എന്നൊക്കെ, അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. എൻ്റെ ചാനലിൽ അല്ല എൻ്റെ യൂട്യൂബിൻ്റെ ഇതിലും നോട്ടിഫിക്കേഷനൊക്കെ ഇഷ്ടംപോലെ ഫാമിലി വ്ളോഗറിൻ്റെ വരുന്നുണ്ട്. എനിക്ക് കാണേണ്ടത് ഞാൻ കാണുള്ളൂ, കാണേണ്ടത് ഞാൻ കാണൂല. അത്ര ഞാൻ ചിന്തിച്ചാൽ പോലെ, നന്നാവുന്നവർ നന്നാവട്ടെ, വേണ്ടാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഈ അഭിപ്രായം എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതും
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നും നിങ്ങൾക്ക് ഈ ചാനൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ എടുത്ത് കളയണോ അല്ലെങ്കിൽ പൈസ ഇരുന്ന് നിർത്തണോ, പാവപ്പെട്ടവർ ഇങ്ങനെ പിന്നെയും കിടന്ന് കഷ്ടപ്പെട്ടോട്ടെ, അതുപോലെ തന്നെ യൂട്യൂബിൽ വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഈ ചാനലിൽ അങ്ങോട്ട് വെറുതെ ഒരു വീഡിയോ ഇടുമ്പോൾ അവർ നമുക്ക് പൈസ തരാം, അങ്ങനത്തെ ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തണം എന്നുള്ള ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു പൈസയാണോ ഇത്? അല്ല, നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസ തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു ഇതേ നമുക്ക് അവർ തരുന്നുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം എഡിറ്റ് ചെയ്യാനുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് ഈ വന്ന് കുത്തിയിരുന്ന് ഈ കമൻറ്റ് ഇടുന്നവർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനും ആദ്യം വിചാരിച്ചില്ല ഇവർക്കൊന്നും വേറെ പണിയില്ലായിരുന്നു. പക്ഷേ യൂട്യൂബ് തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതിലൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, ഇത് വെറുതെ കുത്തിയിരുന്ന് പൈസ തരുന്നതാണോ യൂട്യൂബ് എന്നുള്ളത്. യൂട്യൂബ് തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ യൂട്യൂബ് നമ്മൾ വെറുതെ വന്നിരുന്ന് ചിരിച്ചൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ യൂട്യൂബ് നമുക്ക് കുറേ പൈസ വാരിക്കോരി തരുമൊന്നുമില്ല. അതുപോലെ തന്നെ വീഡിയോ 1000 വ്യൂസ് ഒന്നും കിട്ടിയെന്ന് വെച്ചിട്ട് ഷോർട്സിനൊന്നും 1 രൂപ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, അത്രയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വീഡിയോ ഇട്ടു ഇത് കുറേ ആൾ കണ്ടു ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് അതൊന്നുമില്ല. ചിലപ്പോൾ വലിയ വലിയ യൂട്യൂബ് ചാനൽസിന് കിട്ടുമായിരിക്കും. നമ്മളിപ്പോലെ ഈ പാവപ്പെട്ട കുറേ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, അപ്പം കാണുന്നവർ കണ്ടോട്ടെ. അതിനിപ്പോൾ നിങ്ങൾ കുറേ നെഗറ്റീവ് അടിച്ചിട്ടും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒന്നും കാര്യമില്ല. അപ്പം എനിക്ക് എൻ്റെ ചാനൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ, അത്രയും ഞാൻ പറയുള്ളൂ. നല്ല രീതിക്ക് നല്ല കഴിവുള്ളവർ രക്ഷപ്പെടട്ടെ. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ദയവായിട്ടൊരു അവസരം കൊടുക്കുമ്പോൾ അവർ അവസരം വെച്ച് രക്ഷപ്പെട്ടെ. ചിലപ്പോൾ ആ ഒരു അവസരമായിരിക്കും യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. എത്ര ആൾക്കാർ രക്ഷപ്പെട്ടല്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും അതിനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ യൂട്യൂബ് മാത്രം കൊണ്ട് ഇരുന്ന് തിന്നുന്നവരൊന്നും അല്ല എല്ലാവരും പണിക്കൊക്കെ പോയിട്ട് ബാക്കി വരുന്ന സമയത്തൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം വലിയ വലിയ റീച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പോകുന്നുണ്ടാവില്ലായിരിക്കും, അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാവും, അവർ പോകുന്നില്ല. അല്ലാതെ ഈ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ താർത്തിക്കെട്ടി പറയേണ്ടതൊന്നും ഒരാവശ്യമില്ല. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരു കമൻറ്റ് ഇടാം. അല്ലാതെ ഈ മൊത്തമായിട്ടുള്ളത് അടിച്ചു കെട്ടി പറയുന്ന ആ ഒരു ടൈപ്പ് എനിക്ക് കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്തിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതേ രീതിക്കുള്ള എന്താ പറയുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒക്കെ താഴെ പോയി നോക്കിയാൽ അറിയാം. ഈ ന്യൂ യൂട്യൂബ് അപ്ഡേഷൻ്റെ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് ബോധമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം കാണാത്തവർ കാണണ്ട. അല്ലാണ്ട് ഇതിൻ്റെ അടി വന്ന് കമൻറ്റ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടതൊരു കാണാനേ ഉള്ളൂ. ഇനിയിപ്പോൾ യൂട്യൂബ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത്രയും കാലം ജീവിക്കാൻ പറ്റുന്നവർ ജീവിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അത് ഈ വൃത്തിയായിട്ട രീതിയിലുള്ള യൂട്യൂബിൻ്റെ ചാനലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് യൂട്യൂബ് എടുത്ത് പറഞ്ഞിട്ട് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ പാവപ്പെട്ട യൂട്യൂബ് ഒന്ന് എടുത്ത് പറയാൻ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ലോട്ടെ. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം ആൾക്കാരിൽ എൻ്റെ ഈ ഒരു വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം യൂട്യൂബിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയും. കാരണം യൂട്യൂബ് നമ്മളൊക്കെ ഇടുന്ന വീഡിയോ ഒന്നും എവിടെ എത്തിക്കില്ല. പക്ഷേ ഈ വേണ്ടാത്ത വീഡിയോസ് ഉണ്ടല്ലോ കുറേ, അവരുടെയൊക്കെ നല്ലപോലെ കാണാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, നമ്മളൊന്നും കാണാൻ ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണുന്നവർ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മനസ്സിലായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടേണ്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.